എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI അതുപോലെ തന്നെ DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഡിസംബർ 10 വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിനുള്ള കോളേജ് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വരികയാണെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള സൗകര്യം എന്നിവ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ നിലവിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഹയർ ഓപ്ഷൻസ് നീക്കം ചെയ്യേണ്ടതാണ്. അത് നീക്കം ചെയ്തിട്ടില്ല എങ്കിൽ ഹയർ ഓപ്ഷനെ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതും തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് പോവുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഇപ്പോൾ ഒരു കോളേജുകളിലും അഡ്മിഷൻ എടുക്കേണ്ടതില്ല. കോളേജ് പ്രവേശനത്തിനുള്ള തീയതി പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ എങ്ങനെ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ രജിസ്ട്രേഷൻ ഐഡിയോ അറിയില്ല എങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID എന്നിവ നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ IDയും ചലാൻ നമ്പറും കിട്ടുന്നതാണ്. ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാതെ ഈ ഒരു റിക്കവറിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഒരു ഇൻവാലിഡ് ഇമെയിൽ ID, DOB അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിങ്ങനെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ IDയും ചലാനും കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അതിനുശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്ന് തന്നെയാണ് ഉള്ളത്. അതായത് ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് നമ്പർ 1-ലായിരുന്നു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഈ ഒരു പേജിൽ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇതുവരെ, അതായത് ഫസ്റ്റിലും കിട്ടിയിട്ടില്ല, ഈ ഒരു സെക്കൻഡിലും കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും, അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാത്രമാണ് കിട്ടിയത്, സെക്കൻഡിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് 1 എന്ന് കാണാൻ പറ്റും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് നമ്പർ 2-ൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. നിലവിൽ ഇവിടെ അലോട്ട്മെൻറ്റ് 2-ൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് 1 കിട്ടിയ സമയത്ത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ റെസിപ്റ്റ് എന്നുള്ളത് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPIയോ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് നടത്താം. ഇനി അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഡീഫോൾട്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ചലാൻ എന്നുള്ള ഒരു ബട്ടൺ കൂടി കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ചലാൻ പ്രിൻ്റ് എടുത്ത ശേഷം അതിൽ നിങ്ങൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു ചലാനും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ഒരു മേക്ക് പേയ്മെൻറ്റിന് പകരം റെസിപ്റ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ ചേഞ്ച് വരിക. ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾ ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ റെസിപ്റ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഇവിടെ റീ അറേഞ്ച് ഓപ്ഷൻ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വേണ്ടി നിങ്ങളുടെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. അലോട്ട്മെൻറ്റ് കിട്ടാതെ, അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇപ്പോൾ
ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു കോളേജിലേക്ക് പുതുതായിട്ട്, അതായത് ആദ്യം ഒരു കോളേജ് കിട്ടി, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജിലേക്ക് മാറ്റം കിട്ടി, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ റീഅറേഞ്ച് ഓപ്ഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് ആണ് നിലവിൽ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എത്രത്തോളം ഓപ്ഷൻസ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻസ് ആഡ് ചെയ്തത് ഇവിടെ ഒരു ഇളം പച്ച ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയും ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ അവൈലബിൾ കോളേജസ് ഓർ കോളേജ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഇട്ട് കൊടുത്തത് കാണാൻ പറ്റും. അതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്, ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇവിടെയുള്ള ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് മാത്രമായിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഏത് ഓപ്ഷനാണോ വേണ്ടത് അതിന് നേരെയുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് അതേപോലെ തന്നെ നിലനിർത്തി അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനുകളും പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം നിങ്ങൾക്ക് സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൻ്റെ ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള, അതായത് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ റിമൂവിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് കോളേജുകളുണ്ട്. അതായത് ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില കോളേജുകളുടെ ഭാഗത്ത് ഇവിടെ ജസ്റ്റ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും. അതൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജ് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ ബോക്സിൻ്റെ നേരെയുള്ള നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തോ, അതല്ല ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ നമ്പർ നൽകിയിട്ടോ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എഡിറ്റ്, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഈ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ റെസിപ്റ്റ് എന്നുള്ളത് മാത്രമാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.